ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ പീഡാസഹനങ്ങളെ കുറിച്ചുള്ള പ്രവചനം ശിഷ്യന്മാരോട് നടത്തുകയാണ്. ഒപ്പം അവിടുന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട വചനഭാഗം, ലോകം മുഴുവനും നേടിയാലും നിങ്ങൾ ആത്മാവിന് നഷ്ടമായാൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്നാണ്. അപ്പോൾ ഈ സുവിശേഷത്തിൽ യേശുനാഥൻ്റെ പീഡാസഹന പ്രവചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. അവിടുന്ന് എന്തിനു വേണ്ടിയാണ് പീഡാസഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത്, മരിക്കേണ്ടി വന്നത്? അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അവിടുന്നാണ് നമ്മുടെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവിടുന്ന് ദൈവത്തിൻ്റെ മകനായിരുന്നിട്ടും ഈ പീഡനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഏറ്റെടുത്തത് അവിടത്തേക്ക് വേണ്ടിയല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അപ്പോൾ ഈ തപസ്സുകാലത്ത് നമുക്ക് നൽകുന്ന ഒരു ചിന്ത കൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തോട് നമ്മൾ കലഹിക്കുന്നത് അകാരണമായി സഹനങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ കാരണമല്ലാതെ തന്നെ ചില സഹനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമുക്കതിന് ഉത്തരമില്ല. നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ കലഹിച്ചു പോകും. പക്ഷെ അവിടെയാണ് യേശുനാഥൻ്റെ ഈ ഒരു ആത്മീയത നമുക്ക് കൂട്ടായി വരേണ്ടത്. അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടത്തെ കരുതി നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തു. അപ്പം അവിടുന്ന് സഹിച്ചപ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടായി, നമുക്ക് ഓരോരുത്തർക്കും രക്ഷ കിട്ടി. അപ്പം ഇതുപോലെ ജീവിതത്തിൽ അകാരണമായി ഉണ്ടാകുന്ന സഹനങ്ങളും ദുഃഖങ്ങളും നമ്മളെ പ്രതി മറ്റു മനുഷ്യർക്ക് നന്മയുണ്ടാക്കും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. ഇത് സഹനങ്ങളെ വിശുദ്ധിയോടുകൂടെ സ്വീകരിക്കാനുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ഈ സഹനം ഞാൻ ഏറ്റെടുക്കുന്നതിൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈശോയെ പ്രതി എൻ്റെ ആത്മാവിനെ നേടുന്നതിന് വേണ്ടി ഞാൻ ഈ സഹനങ്ങളെയൊക്കെ ചേർത്ത് വെക്കുന്നു. ഈ തപസ്സുകാലത്ത് നമുക്കുണ്ടായിട്ടുള്ള മുമ്പും നമ്മൾ എന്തിൻ്റെയൊക്കെ പേരിൽ കലഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങളെല്ലാം നമുക്ക് തമ്പുരാനെ സമർപ്പിക്കാം. ഇത് തപസ്സുകാലത്തിൽ മാത്രമല്ല, ഇനി വരുന്ന ജീവിതത്തിലും അകാരണമായ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അത് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.